അവനെ അങ്ങ് ബോധം കെടുത്തി. ആദ്യത്തെ ബോധം കെടുത്തി. ചിലർ പറയും ദൈവം ബോധം കെടുത്തിയാണെന്ന്. ദൈവം ബോധം കെടുത്തു. പ്രൈസ് ദി ലോർഡ്. ചില സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ടില്ലേ, ദൈവം ബോധം കെടുത്തത്തില്ല, ദൈവം സുബോധത്തിന്റെ ആത്മാവ്. ഓഫ് കോഴ്സ് ദൈവം തീർച്ചയായിട്ടും സുബോധത്തിന്റെ ആത്മാവാണ്. പക്ഷേ ദൈവം ബോധം കെടുത്തേണ്ട സമയത്ത് കെടുത്തു. അപ്പൊ ആദത്തിനെയാണ് ആദ്യം ബോധം കെടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ ഓപ്പറേഷൻ ചെയ്തു. ഹല്ലേലൂയ. ആദ്യത്തെ അനസ്തേഷ്യ കൊടുത്ത് അവനെ ഓപ്പറേഷൻ ചെയ്തു. ഈ ഓപ്പറേഷൻ എന്തുകൊണ്ട് ഈ വായിൽ തെരഞ്ഞെടുത്തത്? നട്ടല് തെരഞ്ഞെടുത്തില്ല, കൈയുടെ ഒരു എല്ല് തെരഞ്ഞെടുത്തില്ല, വാരിയല്. എല്ലുകളിൽ ഏറ്റവും കൂടുതൽ എണ്ണസംഖ്യ ഉള്ളത് വാരിയലില്ല, അല്ലേ? യെസ്. പറഞ്ഞത് ഞാൻ നിങ്ങളെ കഴുത്താവും. കഴുത്തില്ലാതെ തിരിയാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ സംഭവങ്ങളുണ്ട്. എനിവേ, അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ അടുത്ത തലമുറയാണ്. ഹല്ലേലൂയ. തലമുറ നന്നായി വരണമെങ്കിൽ തലമുറ നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അവരെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുമ്പോൾ, അവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ ദൈവം നിങ്ങളെ മാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ദൈവം മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താക്കന്മാരും വന്നവരെ ഒന്ന് കൈവന്നിച്ച് എത്ര പേരുണ്ടെന്ന്? വെരി ഗുഡ്. നല്ല നമ്പർ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഓക്കെ ഓക്കെ. ഞാൻ ചേട്ടനോട് സംശയം ചോദിക്കട്ടെ, എത്ര വർഷമൊക്കെ ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാര് വരാത്തവരും നിരാശപ്പെടേണ്ട. നിങ്ങളെ തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ ഭർത്താവുണ്ട്. ഹല്ലേലൂയ. ഭാര്യമാര് വരാത്തവര് നിരാശപ്പെടേണ്ട. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഭാര്യമാർ. ഓക്കെ. ഞാൻ കർത്താവിനോട് പറഞ്ഞ് ദൈവദൂതന്മാർ അവരുടെ ആത്മാവിനെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭാരപ്പെടണോ, എന്റെ ഭർത്താവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാരപ്പെടണം. അടുത്ത പ്രാവശ്യം എന്റെ ഭാര്യയും ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്നു നിങ്ങൾ ഇതേപോലെ ഒരു പാട്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയില് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുന്നു, ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ ചെറിയ പിള്ളേരെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പിന്നെ വേണ്ട പറ്റും, അവർ കൂടെ താമസിക്കുന്നില്ല. പിന്നെ മുനിസിപ്പാലിറ്റി അതുപോലത്തെ കോർട്ടിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഡിവോഴ്സ് കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഫാമിലി കോർട്ടിൽ എന്തുമാത്രം ഫാമിലീസാണ് ഇങ്ങനെ, കപ്പിൾസാണ് ഇങ്ങനെ വന്നു കയറി പോകുന്നത്. ഒരുപാട് അവർക്ക് വേണ്ട ഒരു എന്താ പറയുന്നത് ചൈതന്യം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല. നമ്പർ 1 ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങൾ അതിന് ഒരു ഉദാഹരണമാണ്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്. ഇപ്പൊ ജർമ്മനിയിൽ തന്നെ ആണിനും കല്യാണം കഴിക്കാനുള്ള പെർമിഷനായി, പെണ്ണിനും കല്യാണം. അതായത് എന്തുമാത്രം വിരോധാഭാസമാണ് അല്ലേ? സോദോം ഗൊമോറയെ ദൈവം ശിക്ഷിച്ചതിന്റെ കാരണം തന്നെ ഏറ്റവും വലിയ മാരകമായ പാപമാണ്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ നാച്ചുറൽ. പ്രകൃതിക്ക് വിരുദ്ധമായ പാപങ്ങൾ കടന്നുകൂടിയിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സിൽ. പിശാചിന് വേണ്ടത് എവിടെയാണ് ഞാൻ പഠിപ്പിക്കാൻ വരുന്നത്? നിങ്ങൾ ആരുടെ ഇമേജാണ്? നിങ്ങൾ ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? കർത്താവായ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പറയനായാലും തീയനായാലും അവൻ ബുദ്ധമതക്കാരനാണെങ്കിലും ജൈനമതക്കാരനാണെങ്കിലും ആദത്തിന്റെ സന്തതിയാണ്. ആണോ? 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 ഉറപ്പാണോ? ഉറപ്പാ. അപ്പൊ അവനെ സൃഷ്ടിക്കുന്ന ആരുടെ മുഖഛായ? ദൈവത്തിന്റെ. പിശാചിന്റെ ഏക ലക്ഷ്യം ദൈവത്തിന്റെ മുഖഛായയെ തകർക്കുക. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവരെ പരസ്പരം വഴക്ക് പിടിപ്പിക്കുന്നത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും തമ്മിൽ അടുപ്പിച്ച് അവരുടെ മുഖത്തെ വികൃതമാക്കി മാറ്റി ഒരുത്തിനെ കൊന്ന് അല്ലെങ്കിൽ അവനെ തകർത്ത് പരിപ്പണമാക്കുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ആര് ചെയ്യുന്നത്?
ചെയ്യുന്നത്? മനസ്സിലായോ? അത് ഈ പാവപ്പെട്ട ജനങ്ങൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ വഴക്കൂടുമ്പോഴും നമ്മൾ പ്രശ്നങ്ങളിലാകുമ്പോഴും പിശാച് സന്തോഷിക്കുകയാണ്. കാരണം അവന്റെ ഏക ലക്ഷ്യം ദൈവത്തിന്റെ സദൃശത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പിൽ അപമാനിച്ച് ദൈവത്തെ അപമാനിക്കുക. അതാണ് പിശാചിന്റെ ഏക ലക്ഷ്യം. മനസ്സിലായോ? ഇത് നമ്മൾ കണ്ടറിഞ്ഞാൽ വഴക്കുകൂടത്തില്ല, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. എല്ലാം സൊല്യൂഷനും അല്ലേ? ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ കർത്താവിന്റെ സ്വരൂപമാണ്. ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ കർത്താവിന്റെ സ്വരൂപമാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നിങ്ങൾ കുടുംബം ശക്തിപ്പെടുകയും സമൃദ്ധി നിങ്ങളെ വിട്ടുമാറില്ല. സന്തോഷമുണ്ടെങ്കിൽ കടങ്ങൾ പെട്ടെന്ന് മാറും. കുടുംബത്തിൽ ഐക്യതയുണ്ട്. പരസ്പരം നിങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ഐഡിയകൾ പരിശുദ്ധാത്മാവ് തരും, പുതിയ ആശയങ്ങൾ തരും, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഒരു തുടക്കമായി മാറും. ഇതൊന്നും ശാത്താൻ ഇഷ്ടമല്ല, പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കത്തില്ല. അതാണ് അവന്റെ ഏക ലക്ഷ്യം. മനസ്സിലായോ? അതിന് നിങ്ങൾ എന്ത് ചെയ്യും? വഴങ്ങുമോ? പിശാചിന് വഴങ്ങുമോ? അറ്റ് എനി കോസ്റ്റ്. ഈ ഭാര്യ ഭർത്താക്കന്മാരിലെ കൂടുതലും പ്രശ്നങ്ങൾ എന്നുള്ള യങ്സ്റ്റേഴ്സിൽ, പഴയ കാലത്തിലുള്ള എനിക്കറിയില്ല, യങ്സ്റ്റേഴ്സിലുള്ള ഒരു സംശയം. ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഗോളം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും കാരണം വേണ്ടേ? പിശാചിന് എന്തെങ്കിലും കാരണം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാതൃകയായിരിക്കണം. എനിക്ക് മാതൃകയുണ്ടെങ്കിൽ എന്റെ പിള്ളേർ അതുപോലെ വരുള്ളൂ. പ്രൈസ് ഗോഡ്. പാരന്റ്സ് കുടുംബ സമാധാനം ഇല്ലാതെ എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹം കഴിക്കാതെ നിൽക്കുന്നു. എത്രയോ ഭവനങ്ങളില്, നമ്മുടെ ക്രിസ്തീയ സഭയില് കുടുംബത്തിനെ കുറിച്ച് കുടുംബ നവീകരണ ധ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുടുംബത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചേർന്ന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവ് പറയുന്നത് കുടുംബങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താവ് അനുസരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളെ ധാരാളം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഒരുപാട് അതിജീവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ്? ആർക്ക് പറയാൻ പറ്റും? ഞാൻ ഗിഫ്റ്റ് തരാം. ഞാൻ പല ധ്യാനത്തിനും ഓരോ ഗിഫ്റ്റിന്റെ പുസ്തകം കൊടുക്കും. ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, ആരെങ്കിലും ഒരു ഉത്തരം പറയും, അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ബുക്ക് കൊടുക്കും. പ്രൈസ് ഗോഡ്. ദൈവം കഴിഞ്ഞാൽ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഇവിടെ ഒരാൾ പറഞ്ഞു ആദ്യമേ, അദ്ദേഹത്തിന് ഞാൻ ഒരു സമ്മാനം കൊടുത്തു. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വയം സ്നേഹിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. അത് കഴിഞ്ഞാൽ ആരെ സ്നേഹിക്കും? സമ്മാനമില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാം ആരെ സ്നേഹിക്കും. ധൈര്യമായിട്ട് പറഞ്ഞു, ചേട്ടൻ ആരെ സ്നേഹിക്കും? പിന്നെ ഇവിടെ ആരില്ലേ? ഒന്ന് പറഞ്ഞു. എന്തെങ്കിലും തെറ്റായാലും ശരിയാണെങ്കിൽ നോ പ്രോബ്ലം. എന്തോ അത് കഴിഞ്ഞ ഭർത്താവിന്, അല്ലെങ്കിൽ ഭാര്യന്, ദൈവം, പിന്നെ ഞാൻ, അത് കഴിഞ്ഞ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പിന്നെ ആരെയാ? മക്കളെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞേ ഉള്ളൂ മാതാപിതാക്കളെ. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിഞ്ഞ് കുടുംബസ്ഥരായി കഴിഞ്ഞാൽ മാതാവും പിതാവും പുറത്ത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ
അവരുടെ സ്നേഹത്തിൻ്റെ ആധിക്യം കുറച്ച് മാറ്റപ്പെടും. അങ്ങനെയാണ് വേണ്ടത്. അതാണ് ബൈബിൾ പ്രകാരമുള്ള ഓർഡർ. ദ ബിബ്ലിക്കൽ ഓർഡർ ഓഫ് എ ഫാമിലി അങ്ങനെയാണ്. കുടുംബത്തിന്റെ ഓർഡർ അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവ എത്ര പേര് സ്വന്തം സ്നേഹിക്കണം? ഇവിടെ പലരെയും ഞാൻ കാണുന്നു, സ്വയം സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് സ്വയം വെറുക്കുന്നു, സ്വയം സ്നേഹിക്കുന്നില്ലാത്തതിന്റെ ഒരു നമ്പർ 1 റീസൺ ആണ് ആത്മഹത്യ. സ്വയം നശിപ്പിക്കുകയാണ്, അല്ലേ? ഇല്ലാതാക്കുക. അതാണ് സ്വയം വെറുക്കുക എന്ന് പറയുന്നത്. ഇവിടെ എനിക്കറിയാം 99% ആൾക്കാരുടെ മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ട് ആത്മഹത്യ പ്രവണത, അല്ലേ? കാരണം അവരുടെ ജീവിത ബുദ്ധിമുട്ടുകള്, അവരുടെ പ്രയാസങ്ങള്, അവരുടെ വേദനകൾ മുഖാന്തരം അവർ ഈ ജീവിതം ഇന്ന് അവസാനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചവർ പലരുമുണ്ട്. ഞാനും ചത്തേക്കാം, എൻ്റെ ഭാര്യയെ കൊന്നേക്കാം, പിള്ളേരെ കൊന്നേക്കാം, വിഷം കഴിച്ച് ചത്തേക്കാം, തീർന്നു, ഇനി ഒന്നും അറിയണ്ടല്ലോ, കടബാധ്യതകളിൽ എല്ലാം ഫ്രീ ആയി എന്ന് വരെ ചിന്തിക്കുന്നു. അതങ്ങനെ ചിന്തിപ്പിക്കുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടെ? അപ്പോൾ ഒരു രോഗം വരുത്തുന്നത് ആരാണ്? പിശാച്. അപ്പോൾ പിശാചിനറിയാം, അവനെ രോഗം വരുത്തി കഷ്ടപ്പെടുത്തിയാൽ അവൻ ആരെയാ തൊടുന്നത്? ദൈവത്തിന്റെ സ്വരൂപത്തെ. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം എന്ന വ്യക്തിനെയാണ് അവൻ തൊടുന്നത്. മനസ്സിലായോ? അപ്പൊ അവൻ എന്ത് ശിക്ഷ കിട്ടും? ശിക്ഷ കിട്ടുമോ? ഇല്ലേ? പിശാചിന് ശിക്ഷയുണ്ടോ ഇല്ലയോ എന്ന് ഉറക്കെ പറഞ്ഞേ. അവർക്ക് മനസ്സിലാകുന്നില്ല? അവിടെ കേൾക്കുന്നുണ്ടോ? പിശാചിന് ശിക്ഷയുണ്ടെന്ന് പറയുന്നവരൊന്ന് കൈവന്നിച്ചേ. എല്ലാവരും കൈയൊന്ന് കാണണ്ടേ? ആ മനോഹരമായ കൈ, ബ്യൂട്ടിഫുൾ ഹാൻഡ്സ്. ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഒന്ന് പൊന്തിക്കണം, അല്ലെങ്കിൽ പൊങ്ങാതെ തരികയല്ലേ. ജസ്റ്റ് ഒന്ന് പൊന്തിച്ചേ, കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് ഒന്ന് വീശിക്കേ. കമാ, ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം വരുന്നത് എവിടെ നിന്നാണ്? തൃശ്ശൂർ. യെസ്, അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ പുത്തൻപള്ളിയിൽ ബസിലിക്കയിൽ നമ്മുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു വണ്ടേയിൽ, അല്ലേ? അതിൽ പങ്കെടുത്തു. എന്താണ് സംഭവിച്ചത് അവിടെ? എനിക്ക് വയറിനെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ വയറ് വീർക്കുകയും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ തേക്കി വരും, കുറച്ച് പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഭക്ഷണം വളരെ കുറവാണ് കഴിക്കുക. അപ്പോൾ ബ്രദറിൻ്റെ ഈ 1 ഡേ പ്രോഗ്രാമിന് ഞാൻ പോയിട്ട് ബ്രദർ എന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പോൾ തന്നെ സൗഖ്യം കിട്ടി. സാക്ഷി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത്. പിന്നെ സജീനെ കണ്ടപ്പോഴാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി വേറെ എന്തൊക്കെയായിരുന്നു പ്രോബ്ലം? വേറെ എനിക്ക് ഇപ്പൊ ഈ സ്പൈനൽ കോഡിന്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ അങ്ങനെ ബ്രദർ പറഞ്ഞു അത് മാറും, പക്ഷെ മാറിയിട്ടില്ല. അത് വല്ലാത്തൊരു പ്രോബ്ലം ആണ്. പിന്നെ എനിക്ക് WBCയുടെ അസുഖം ഉണ്ടായിരുന്നു. WBC ഭയങ്കര ഹൈ കൗണ്ട് ആയിരുന്നു. ഒരു 21,000 സംതിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോയി വീണ്ടും ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 രോഗത്തിൽ 2 സൗഖ്യമായി, 1 സൗഖ്യമായില്ല. അതിന്റെ കാരണം എന്നോട് ബ്രദർ പറഞ്ഞ അത് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പരിപൂർണമായി വിശ്വസിച്ചു. അത് സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ സൗഖ്യം കിട്ടിയില്ല. ഇപ്പോഴും വളരെ അതാണ് വിശ്വാസത്തോട്. അത് മനസ്സിലായോ? നിങ്ങളങ്ങനെ വിശ്വാസം. നമ്മളൊരു ദൈവം യേശു പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ് എഴുന്നേറ്റാണ്. ഓക്കെ, യേശു പറഞ്ഞു നീ ശിരോഗ കോടതി പോയി കണ്ണ് കഴിയുമ്പോൾ സൗഖ്യം കിട്ടുന്നത്. അവൻ്റെ വിശ്വാസം ഇങ്ങനെ പോകുമ്പോൾ വർദ്ധിക്കുകയായിരുന്നു. പ്രതീക്ഷ കൂടിക്കൊണ്ടിരുന്നു. ഈ പ്രതീക്ഷ നിങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ ഇല്ലായിരുന്നു. എനിക്ക് ഞായറാഴ്ച വരെ, അന്ന് ബുധനാഴ്ച ഒരു ചെറിയ വേദന വന്നപ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു പിടുത്തം വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസം അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കുറേ ദിവസം ഇങ്ങനെ ശരിയാവും. എന്തിനുണ്ടോ? ഇനി അടുത്ത എവിടെയാ? അവിടെയുണ്ടോ? അത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സെക്ഷൻ ബൈ സെക്ഷൻ അവിടെ സൗഖ്യമാക്കണ്ടേ? നിങ്ങൾ ഒറ്റയടിക്ക് സൗഖ്യമാക്കാമായിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞത് ഇവിടെ മാത്രം പ്രശ്നമുള്ളത്.
സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. പല സമയത്തും പല റൂട്ടുകളാണ് വരുന്നത്. അപ്പോൾ മോർണിംഗിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മാറാൻ ഭയങ്കര പ്രോബ്ലം. നിങ്ങളോട് പോയിരുന്നേ, ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നേ. പൊട്ടിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ആ അർത്ഥങ്ങൾ ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ ഞാൻ പൊട്ട് നിങ്ങൾ മാറ്റാൻ ചില വ്യക്തികളോട് മാറ്റാൻ പറയും, പക്ഷെ ചിലരോട് പറയത്തില്ല. അവർ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ പൊട്ടത് തന്നെ ഉപയോഗിക്കുന്നത്, പിന്നെ അവർ ഉപയോഗിക്കത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പൊട്ട് ഈസ് നത്തിങ്. എൻ്റെ വൈഫ് പൊട്ട് തൊടുമായിരുന്നു. ഞാൻ പുള്ളിക്കാരോട് അങ്ങനെ പൊട്ട് തുടരുതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നടന്നപ്പോൾ മാറി. ഹല്ലേലൂയ. മാറ്റങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ അല്ലേ ജോർജ് ചേട്ടാ? മാറ്റങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. നമുക്ക് ഈ എക്സ്ട്രാ ഫിറ്റിങ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുവാണ്. നിയമമാണെന്ന് പറയത്തില്ല. ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് പൊട്ട് തടസ്സമെങ്കിൽ അത് റിമൂവ് ചെയ്യുക. നിന്റെ ജീവിതത്തിന് പൊട്ടൊരു തടസ്സമാണെങ്കിൽ അത് റിമൂവ് ചെയ്യുക. നിന്റെ ജീവിതത്തില് നിന്റെ നന്മയ്ക്ക് വേണ്ടി തടസ്സമാവുന്ന എന്തും റിമൂവ് ചെയ്യുക. അത് എന്താണെങ്കിലും, അത് പൊട്ട് മാത്രമല്ല, എന്താണെങ്കിലും. ഹല്ലേലൂയ. അതിനെ ഈ ഹൈന്ദവ പുരാണങ്ങളിൽ വളരെയധികം വലിയ അർത്ഥങ്ങളുണ്ട്. ഇത് മൂന്നാം കാരണം എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ? നമ്മൾ ഈ പ്രൊഫറ്റിക് ആക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവചനക്രിയ. എന്താണ് ഈ പ്രവചനക്രിയ? കർത്താവ് യേശു ക്രിസ്തു അപ്പം എടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ് പറഞ്ഞോ. എന്നിട്ട് എന്ത് ചെയ്തു? മുറിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് തരിക, ഭക്ഷിക്കാം. ആണോ? അങ്ങനെ പറഞ്ഞില്ലേ? യെസ്. അതെന്താ? 24 മണിക്കൂറിനുള്ളിൽ കർത്താവിന്റെ ശരീരം മുറിക്കപ്പെട്ടു. മനസ്സിലായോ? വരാൻ പോകുന്ന കാര്യത്തിൽ വെച്ച് യഹൂദര് നിന്നെ പിടിച്ചു കിട്ടും. നിന്നെ കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അത് ഒഴിവാക്കി പുള്ളിക്കാരനെ പോകാമായിരുന്നു. ആർക്ക്? പൗലോസിന് സുഖമായിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി മറ്റു സ്ഥലത്ത് പോയി സുവിശേഷം പറയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ക്രിസ്തുവിന് വേണ്ടി 2 അടി കൊള്ളണമെന്ന് നിർബന്ധമായി. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ജെറൂസലം പട്ടണത്തിൽ പോയി, ദേവാലയത്തിൽ പോയി അടികൊണ്ടു. അവരതേപോലെ തന്നെ പിടിച്ചു കെട്ടി. അതിന് പറയുന്നത് എന്നതാണ്? പ്രൊഫറ്റിക് ആക്ഷൻ, പ്രവചന ക്രിയ. നിങ്ങൾ കടബാധിതയുള്ളവരാണ്. കടങ്ങൾ എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുവരിക. എന്താണത്? അതിൻ്റെ അർത്ഥം നിന്റെ കടങ്ങളെ നിർവീര്യമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കടങ്ങളെ നിർവീര്യമാക്കുന്നതിന്റെ പ്രൊഫറ്റിക്, അതായത് പ്രവചന ക്രിയയാണ് നീ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൊണ്ടുവന്ന് കടങ്ങളൊക്കെ എഴുതിയിട്ട് കീറി ഈ ബക്കറ്റിനകത്ത് നിക്ഷേപിക്കാം. പ്രൈസ് ഗോഡ്. എന്നിട്ട് നമ്മൾ കത്തിച്ചു കളയും. അപ്പം നിന്റെ കടങ്ങൾ മാറ്റപ്പെടും. അതിന്റെ വിശ്വാസമാണ്. ഇറ്റ്സ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എല്ലാവരും എഴുതിയിട്ട്